തന്നെ കുറച്ച് സേമിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മധുരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സേമിയ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ. അപ്പം അങ്ങനെ അതിൻ്റെ ജോലിയാണ് ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഉണ്ടായി, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഒരു ചെറിയ മധുരം ഉണ്ടാക്കി സേമിയ വെച്ചിട്ട്. അപ്പോൾ ഇടയ്ക്കുന്ന ഉമ്മ ചെമ്മീൻ മസാല ആക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ചെമ്മീൻ വിട്ട് കളിയില്ല, ഉമ്മ ചെമ്മീൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഉമ്മ ഇന്ന് ചെമ്മീൻ അട ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പം ഞാനിടയ്ക്ക് വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നൈറ്റേക്കുള്ള പകുതി ജോലി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്നാക്സിൻ്റെ ഒക്കെ പണി തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങാപ്പാലെടുത്തിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടാണ് രാത്രി നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കറി റെഡിയായി. അപ്പോൾ ഏകദേശം നൈറ്റേക്കുള്ള പണി കുറഞ്ഞിട്ട് അപ്പോൾ ഇനി സ്നാക്സിൻ്റെ പണിയൊക്കെ തുടങ്ങണം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് പക്കോടയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 4 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കുക, നല്ല പേസ്റ്റായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും അത് ഈ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് പിന്നെ കരിയാമ്പല ഇട്ട് കൊടുക്കുക കേട്ടോ. കരിയാമ്പല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ. അവസാനം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ മസാല ഇട്ട അതേ സംഭവം തന്നെ കേട്ടോ, കുറച്ച് മുളക് പൊടി എല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് വേറൊരു പീസ് ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കിയില്ലേ കടലമാവിൻ്റെ, അതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഉമ്മാൻ്റെ അടചുടൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെമ്മീനൊക്കെ കിട്ടിയാൽ ഉമ്മ ഇങ്ങനെ അട ഉണ്ടാക്കും. എണ്ണയിൽ ഉള്ള സ്നാക്സ് ഉമ്മക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ചെമ്മീനിൽ ഉണ്ടാക്കുന്ന ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെമ്മീൻ വാങ്ങിയാൽ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ റെഡിയാക്കും. അപ്പോൾ ഉമ്മ ഇങ്ങനെ അട ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പണി തുടങ്ങാൻ. അപ്പോൾ ഉമ്മാൻ്റെ ചുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കടലമാവിൽ ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കാൻ പാടില്ല, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ
ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടുണ്ട് കേട്ടോ. ഈ 2 എണ്ണം ഇട്ട് അങ്ങനെ ചെറിയ കടായി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ 2 എണ്ണം വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾക്ക് ഈ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ അതിൽ ചിക്കന് ബീഫൊക്കെ ഇട്ടിട്ട്, പൊട്ടാറ്റോയിൽ ചിക്കന് ബീഫൊക്കെ ഇട്ടിട്ടും അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. പിന്നെ കാക്ക കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് മുറിക്ക്. അതൊക്കെ വെച്ച് ഇന്നത്തെ നോമ്പ് മുറി ഉഷാറായിട്ട് കഴിഞ്ഞിട്ടാ. പിന്നെ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കിയത് മുന്തിരി ജ്യൂസായിരുന്നു. മുന്തിരി വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് മുന്തിരി ജ്യൂസായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ഡെയിലി ഉണ്ടാക്കുന്ന ലെമൺ വെച്ചിട്ടുള്ള കസ്കസൊക്കെ ഇട്ടിട്ട് ലെമൺ ജ്യൂസും അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി എന്ത് ജ്യൂസിൻ്റെ കൂടെയും അത് ഉണ്ടാക്കും, ലെമൺ ജ്യൂസ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പൂരി സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ നോമ്പൂറൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ചുമ്മാ കുട്ടികളെയും കൊണ്ട് നമ്മളിങ്ങനെ കായൽത്തീരത്ത് പോയി. ഇതിടയ്ക്കിടെ നമ്മൾ പോയിട്ട് ഇങ്ങനെ കുറച്ച് ടൈം ഇരിക്കും കുട്ടികളെയും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നമ്മൾ നൈറ്റൊക്കെയുള്ള ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റംസാൻ വ്ളോഗ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും. Ta-ta.